ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും സന്തോഷ വാർത്ത. ജനുവരി 2024 മുതൽ വർദ്ധിക്കേണ്ട DA/DR സംബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്നു. പുതുക്കിയ DA/DRന്റെ അരിയേഴ്സ് എന്ന് ലഭിക്കുമെന്നും പെൻഷനിൽ ഇത് എന്ന് മുതൽ ലഭിക്കുമെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്ക്രീനിൽ കാണുന്നത് PIB അഥവാ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 7 മാർച്ച് 2024 പബ്ലിഷ് ചെയ്ത പ്രസ് റിലീസാണ്. ഇതിൻ്റെ ഹെഡിങ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയുടെയും ഡിയർനെസ് റിലീഫിൻ്റെയും അധിക ഗഡുവിന് മന്ത്രിസഭയുടെ അംഗീകാരം സംബന്ധിച്ച് 49.18 ലക്ഷം ജീവനക്കാർക്കും 67.95 ലക്ഷം പെൻഷൻകാർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഡിയർനെസ് അലവൻസിൻ്റെ അധിക ഗഡുവും പെൻഷൻകാർക്ക് ഡിയർനെസ് റിലീഫും അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 1 ജനുവരി 2024 മുതലുള്ള വിലക്കയറ്റം നികത്തുന്നതിന് അടിസ്ഥാന ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും നിലവിലുള്ള 46% നിരക്കിനേക്കാൾ 4% വർധനവിന് അംഗീകാരം ലഭിച്ചു. DA/DR വഴി ഖജനാവിൽ ഉണ്ടാകുന്ന സംയോജിത ആഘാതം പ്രതിവർഷം 12,868.72 കോടി രൂപയാണ്. ഇനി നമുക്ക് വർദ്ധിച്ച DA/DR ശമ്പളത്തിലും പെൻഷനിലും എന്നു മുതൽ ലഭിക്കുമെന്ന് പരിശോധിക്കാം. ക്യാബിനറ്റ് അപ്രൂവൽ ലഭിച്ചെങ്കിലും ഇനി നോട്ടിഫിക്കേഷൻ വരേണ്ടതുണ്ട്. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ മിക്കവാറും ഏപ്രിൽ മാസം ആദ്യം മാത്രമേ ലഭിക്കുകയുള്ളൂ. ആയതിനാൽ 50% DA/DR അനുസരിച്ചുള്ള ശമ്പളവും പെൻഷനും മാർച്ച് മാസം മുതൽ ലഭിക്കുക തന്നെ ചെയ്യും. DA/DRന്റെ ജനുവരി ഫെബ്രുവരി മാസത്തെ അരിയേഴ്സ് ഏപ്രിൽ മാസം 15 ശേഷം ലഭിക്കാനാണ് സാധ്യത. DA/DR 50% ആയ സ്ഥിതിക്ക് 7ാം ശമ്പള കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ബേസിക്കിൽ മെർജ് ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു ആലോചനയും ഇതുവരെയും വന്നിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.